പ്രൈസ് ലോർഡ് ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് വെള്ളിയാഴ്ച ദിവസം ലോകം മുഴുവനും ദുഃഖ വെള്ളിയാഴ്ചയായിട്ടും വലിയ വെള്ളിയാഴ്ചയായിട്ടും ഗുഡ് ഫ്രൈഡേ ആയിട്ടൊക്കെ ആഘോഷിക്കുകയും ആചരിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന ദിവസം. എന്നാൽ നമുക്കും ആ ക്രൂശിൻ്റെ സന്ദേശം എന്താണെന്ന് നമുക്കും ഓർക്കാം. ക്രൂശിനും ഒരു ചെറിയൊരു സാക്ഷ്യം പറയുവാനുണ്ട്. ആ സാക്ഷ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ലോകമേ നിനക്ക് സ്നേഹവന്ദനം. ഞാൻ കാൽവറി ക്രൂശ്. അതെ, 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ദേവാട്ടിൻകുട്ടി യാഗമായി തീർന്ന പച്ച മരക്കുരിശ്. നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും എന്നരുളിയവൻ്റെ നാമത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് എന്നാലാകുന്നത് ഞാനും ചെയ്തു. ഇന്നെന്ന പോലെ ഓർമ്മയിൽ തെളിയുന്നു ചിത്രങ്ങൾ. സൃഷ്ടാവിനെ കണ്ടുണർന്ന അനർഘ നിമിഷങ്ങൾ. ഒരു കുഞ്ഞു നാമ്പായിരുന്ന എനിക്ക് കരുത്തേകി ബലമേകി ഭൂമിയിലെ പരുക്കൻ പ്രതലത്തിലേക്ക് അവൻ എന്നെ കൈപിടിച്ച് ഉയർത്തി. അവൻ കനിവോടെ പൊഴിച്ച മഴ കുടിച്ച് കരുണയോടെ ജ്വലിപ്പിച്ച സൂര്യപ്രകാശം നുകർന്ന് ദയയോടെ ഫലപുഷ്ടമാക്കിയ ഭൂമിയുടെ വളം വലിച്ച് ഊറ്റി എൻ്റെ നാമ്പും കാതലും കനത്തു. പെട്ടെന്നൊരു നാൾ അവരെത്തി. കുരിശുണ്ടാക്കുവാൻ ഒരു മരം വേണം പോലും. എനിക്ക് ചുറ്റും തഴച്ച പ്രാകൃത സഹോദരന്മാരെ ചെത്തിയും കുത്തിയും മനോഹര രൂപം പകർന്ന തച്ചൻ കൊച്ചൻ ഒരുവൻ. താൻ ദൈവമെന്ന് അവകാശപ്പെടുന്നു പോലും. കാട്ടൊലിവായ അനേകരെ മാന്യ ഉപകരണങ്ങൾ ആക്കി തീർത്തവൻ അവൻ തന്നെ. വഴിയും സത്യനും ജീവനും എന്നോതി അവനെ ക്രൂശിലേറ്റുവാൻ ഓതിയവൻ. അവനെ ക്രൂശിലേറ്റുവാൻ പച്ച കുരിശായി ദൈവപുത്രനെ കാത്തിരിക്കുമ്പോൾ ആരവാരം അധികമാകുന്നത് ഞാൻ അറിഞ്ഞു. അവൻ വരുന്നുണ്ട്, കണ്ടാലോ ആളറിയുകയില്ല എന്ന് തോന്നുമാറ് ചാട്ടവാറടിയും മർദ്ദനവുമേറ്റ് വികൃതമായ ഉഴവുചാൽ പോലെ കീറപ്പെട്ട ശരീരം, മുൾക്കിരീടം ആഴ്ന്നിറങ്ങി ചോര വാർന്നൊഴുകി മൂടപ്പെട്ട ശരീരം, വീണും എഴുന്നേറ്റും അവൻ എൻ്റെ അരികിലെത്തി. ഞാൻ അറിഞ്ഞു അത് അവനാണ്. എന്നെ ഉയർത്തുവാൻ ആ കരങ്ങൾ തൊട്ട നിമിഷം ഞാൻ അറിഞ്ഞു ഇതവനാണ്. ജീവൻ പകർന്ന് തൊട്ടുണർത്തി പോറ്റിപ്പുലർത്തി ഇതുവരെ എത്തിച്ച അരുമനാഥൻ. അതെ, അരുതേ എന്ന് നിലവിളി തൊണ്ടയിൽ കുരുങ്ങി. ഒരു നാവില്ലാത്തതിനാൽ ആദ്യമായി സ്വയം ശപിച്ചു. കഠിന വേദനയോടെ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ജീവശ്വാസം ഊതി തന്നവൻ, ശ്വാസം മുട്ടി പിടഞ്ഞപ്പോൾ ജീവജലം ഊറ്റി തന്നവൻ, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ ചൊരിഞ്ഞ മഴയിൽ വളർന്ന ഞാൻ അവൻ്റെ രക്തത്തിൽ കുതിർന്നപ്പോൾ എന്തു പറയേണ്ടു. എന്നാൽ സകലവും നിവൃത്തിയായി എന്നരുളി അവൻ പ്രാണനെ വിട്ടപ്പോൾ അവൻ്റെ മഹാദൗത്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. തൻ്റെ ചുടുനിണം കൊണ്ടവൻ ലോകത്തെ വീണ്ടെടുക്കുകയായിരുന്നു എന്ന മഹാസത്യം തങ്കച്ചോരയാൽ പാപപരിഹാരം വരുത്തി പാപികൾക്ക് പുതുവഴി പ്രതിഷ്ഠിക്കുകയായിരുന്നു. ആകയാൽ പ്രിയരെ, എൻ്റെ ജന്മത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു. ഈ നിയോഗത്തിൽ അതെ അങ്ങേയറ്റം പ്രശംസിക്കുന്നു. നിങ്ങളാരിലും മുന്നേ അവൻ്റെ തിരുനിണം ഒഴുകി ഇറങ്ങി ശുദ്ധിയാക്കിയത് എന്നെയാണല്ലോ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇതൊരു മരക്കുരിശിൻ്റെ ഒരു മരത്തിൻ്റെ ഒരു സാക്ഷ്യമാണ്. അത് ദൈവമക്കളെ, ആ കുരിശ്, ആ രക്തം നമ്മുടെ പാപങ്ങളെയും കഴുകി നമ്മയും ശുദ്ധിയുള്ളവരാക്കി തീർത്തു. എന്നാൽ പച്ചമരത്തിന് ഒരു നല്ലൊരു സാക്ഷ്യം സന്തോഷത്തോടു കൂടെ പറയാനുണ്ട്. ആദ്യമായി അവൻ്റെ രക്തം വീണത്, രക്തം കഴുകിയത് ആ മരക്കുരിശിനെയാണ്. അപ്പോൾ ഒരിക്കൽ ശാപമായി ഇരുന്ന ആ കുരിശ് ഇന്ന് അനുഗ്രഹത്തിൻ്റെ കുരിശാണ്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാം കുരിശാണ്. നമുക്ക് ഇന്ന് ആ ദിവസത്തെ ഓർക്കുവാൻ ദൈവം സഹായിച്ചതിനായിട്ട് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. എല്ലാ മക്കൾക്കും സ്നേഹവന്ദനം.